അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് 21-ാമത്തെ നോമ്പാണല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തംനഉ നിസാഅക്കും അൽ മസാജിദ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തംനഉ, നിങ്ങൾ തടയരുത്, നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ, അൽ മസാജിദ, പള്ളികളെ തൊട്ട് പള്ളികളിൽ നിന്ന്, വബുയൂതുഹുന്ന, അവരുടെ വീടുകൾ, ഖൈറുൽ ലഹുന്ന, അവർക്ക് ഉത്തമമാകുന്നു. ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു സന്ദേശം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഒരു ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പള്ളികളാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടം കുറവുള്ളത് അങ്ങാടികളുമാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകുന്നതും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നത്, അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ, അവിടെയുള്ള ഖുർആൻ പാരായണം, അതെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പുണ്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയും ജമാഅത്ത് നമസ്കാരവും നിർബന്ധമാണ് എന്നും നമുക്കറിയാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബ വനിതകളും പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിരുന്നു എന്ന് ഒരുപാട് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ ആശയമുള്ള ഒരു വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ പള്ളികളെ തൊട്ട് തടയരുത്, വീടും അവർക്ക് ഉത്തമമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. അതായത് കുറേ പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. മറിച്ച് പള്ളികളല്ലാത്ത സ്ഥലങ്ങളിലേക്കെല്ലാം സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുകയും രാവും പകലും വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. അത് പ്രവാചകൻ്റെ ചര്യയ്ക്ക് വിരുദ്ധവും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ വനിതകളുടെ ജീവിത രീതിയിൽ നിന്ന് വ്യത്യാസവുമുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് പള്ളിയിൽ പങ്കെടുക്കാം, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ പ്രവേശിക്കാം എന്നുള്ളതാണ്. ഇവിടെ പുരുഷന്മാരോടുള്ള കൽപ്പന പോലെയാണ്, ലാ തംനഉ, നിങ്ങൾ തടയരുത്. ഒരു സ്ത്രീ ജുമാക്കോ ജമാഅത്ത് നമസ്കാരത്തിനോ പള്ളിയിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ തടയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, അവിടെ ചില നിബന്ധനകൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കൃത്യമായി ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ ആഭരണ പ്രകടനപരതകളൊന്നും പള്ളിയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകാൻ പാടില്ല. സുഗന്ധം പൂശി സ്ത്രീകൾ പള്ളിയിലേക്ക് വരരുത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് വരുമ്പോൾ സുഗന്ധം പൂശുന്നത് പുണ്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ അങ്ങനെ ചെയ്യരുത്. അതേപോലെ അവർ മുഖേനയും അവരും ഫിത്നയിൽ അകപ്പെടുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് വേണം പള്ളിയിലേക്ക് വരാൻ. പള്ളിയിൽ വന്ന് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ വേണ്ടാത്ത സംസാരങ്ങളിൽ ഏർപ്പെടുക, ഇതൊന്നും ഒരിക്കലും പുരുഷന്മാരും സ്ത്രീകളും ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്ത്രീകൾക്ക് പ്രത്യേകം നിശ്ചയിച്ച സ്ഥലങ്ങളിൽ സ്വഫുകളിൽ ആ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവരും പള്ളിയിൽ കഴിഞ്ഞുകൂടേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസ് ഒരു പ്രാവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തംനഉ, നിങ്ങൾ തടയരുത്, നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ, അൽ മസാജിദ, പള്ളികളെ തൊട്ട്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടുകൾ അവർക്ക് ഉത്തമമാകുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സുബഹി നമസ്കാരം കഴിഞ്ഞ് സ്വഹാബ വനിതകൾ പുറത്തിറങ്ങി പോകുന്ന വിഷയങ്ങളൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ പത്നിമാർ റമളാൻ മാസത്തിൽ
പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നിരുന്നു എന്ന് വരെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വിഷയങ്ങൾ ഹദീസുകളിൽ സ്ത്രീകൾ സ്വഹാബ വനിതകൾ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങളിലും ജുമാക്കൊക്കെ പങ്കെടുത്തതുണ്ടായിരിക്കെ ഒരിക്കലും സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിൽ ഇന്നും നമ്മുടെ നാടുകൾ ആ രൂപത്തിലുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതും അതിൽ മാറ്റം വരേണ്ടതുമുണ്ട്. സ്ത്രീകൾക്കും മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ആ പുണ്യവും പ്രതിഫലവും നേടാനുള്ള അവസരം നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ മനസ വാച കർമ്മണ സ്വീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ജീവിത രീതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പാഠം, ഈ മര്യാദ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നമ്മുടെ പള്ളികളും അതേപോലെ വിശ്വാസികളും വിശ്വാസിനികളും ആ പള്ളികളെ ഉപയോഗപ്പെടുത്തുകയും അതിനോടുള്ള ബന്ധവും കടപ്പാടും ബാധ്യതകളും നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.